വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഷെൽന ഷുഗർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. Okay, let's go. തൃശൂർ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെരിങ്ങോട്ടുകര ദേവസ്ഥാനമായ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അമ്പലത്തിന്റെ നേരെ മുമ്പിലായിട്ട് ഇങ്ങനൊരു സ്പേസ് കാണാൻ പറ്റും. ഇതിനകത്താണ് കാർ പാർക്കിങ്ങും അമ്പലത്തിന്റെ ഓഫീസും ഒക്കെ. ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ശില്പങ്ങൾ ഇതിനകത്തുണ്ട്. കൃഷ്ണപരുത്ത്, ശിവഭഗവാന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും അങ്ങനെ ഒരുപാട്. ഞാൻ ഇതിന്റെ അകത്തേക്ക് കടന്നപ്പോൾ ഫസ്റ്റ് ആയിട്ട് കണ്ണിലുടക്കിയത് ഈ ഒരു രൂപമാണ്. മതിലിന്റെ മുകളിലായിട്ട് ശിവന്റെ രൂപം കൊത്തി വെച്ചിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് രൂപങ്ങൾ ഈ അമ്പലത്തിന്റെ ചുറ്റിലായിട്ടുണ്ട്. ഇന്ന് ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് ശംഖില് തീർത്തിട്ടുള്ള 2 രൂപങ്ങളുണ്ട്. ഇത് ശിവന്റെയും പാർവതിയുടെയും രൂപമാണ്. പിന്നെ മറ്റൊന്നായിട്ടുള്ളത് ഗണപതി ഭഗവാന്റെ ഒരുപാട് വിഗ്രഹങ്ങളാണ്. ഗണപതി ഓരോരോ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതായിട്ടാണ്. ഒന്ന് ഓടക്കുഴൽ വായിക്കുന്നതായിട്ടാണെങ്കിലും ഒടുക്ക് കൊട്ടുന്നത്, അങ്ങനെ പലതരത്തിൽ. ഇതൊക്കെയാണ് അമ്പലത്തിന്റെ പുറത്തുള്ള കാഴ്ചകൾ. അമ്പലത്തിന്റെ പുറത്തുള്ള കാഴ്ചകൾ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളെങ്ങനെയായിരിക്കും? അമ്പലത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ മുൻപിലായിട്ട് ഇങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട്. സത്യം പറയാല ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ശരിക്കും പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ ദേവലോകം തന്നെയാണെന്ന് തോന്നുന്നു. പുറത്ത് 2 സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ടായിരുന്നു. ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കിടക്കാന്ന് പറഞ്ഞു. ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, അത്ര ഭംഗിയായിട്ടുണ്ട്. ഒരു ദേവലോകത്ത് എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് മായക്കാരൻ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. മായക്കാരനായതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു മായാലോകം തന്നെയാണ് ഇവിടെ കാണുന്നത്. അമ്പലത്തിന്റെ ചുറ്റുപാടും സ്വർണത്തിന്റെ നിറമാണ്. മതിലാണെന്നുണ്ടെങ്കിൽ പ്രതിമകളും തൂണും വാതിലും എന്ന് വേണ്ട മേൽക്കൂര പോലും സ്വർണത്തിന്റെ കളറ്. കണ്ണിന് കൗതുകമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ലോകം. ഒരു ദേവലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു ലോകത്താണ് ഞാൻ ഇന്നുള്ളത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ദേവലോകം. അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിട്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയും, പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു തരുന്ന ഒരു മായാലോകത്ത് പലതരം കാര്യസാധ്യത്തിനായിട്ടാണ് പലരും ഇവിടെ എത്തിച്ചേരുന്നത്. പണത്തിന്റെയോ ജാതിയുടെയോ ഒരു വേർതിരിവ് ഇവിടെയില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടത്തി തരുന്ന ഒരു ഭഗവാന്. ഒരു ക്ഷേത്രത്തിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഈ ഒരു അമ്പലത്തിനുണ്ട്. എല്ലാ ദിവസവും 12 മണിക്ക് ക്ഷേത്രക്കോവിൽ നടയിൽ ദർശനം തരുന്ന സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയോട് സങ്കടം പറയുകയും പിന്നെ പ്രശ്നപരിഹാര പൂജ നിർദ്ദേശിച്ച് നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 12 മണിക്കാണ് മധ്യാഹ്നം നടത്താൻ ദർശന വേള വരുന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ വരുന്നവർ നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. ഞാനിവിടെ അമ്പലത്തിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഇതവിടെ പ്ലേ ചെയ്തിട്ടുള്ള ടിവിയിലുള്ള ദൃശ്യങ്ങളാണ്. ഈ ഒരു വിഗ്രഹം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് ആ ഭഗവാന്റെ വിഗ്രഹം എന്ന്. ഞാൻ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് വലിയൊരു കൊടിമരം ഉണ്ട്. ചുറ്റുമതിലായിട്ട് ഒരുപാട് ചിത്രപ്പണികളും അമ്പലത്തിന്റെ പൂജകളും അവിടുത്തെ വഴിപാടുകളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നേരെ തൊട്ടടുത്തായിട്ടുള്ള ചെറിയൊരു ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാനും പറ്റും. പലതരം വഴിപാടിന്റെ പേരുകളും അതിന്റെയൊക്കെ പൈസയുടെ ലിസ്റ്റൊക്കെ ആ ടിവിയിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ട് തുലാഭാരം നടത്തുന്ന ഒരു ക്ലാസ് നമുക്ക് കാണാം. കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴാണ് താമരയുടെ ഭംഗിയിൽ ഒരു കൂടാരവും അതിന്റെ അകത്ത് ഒരു ആൾരൂപത്തിന്റെ പ്രതിമയും കണ്ടത്. ഈ വിഷ്ണുമായ സ്വാമിയെ ആരാധിച്ചിരുന്ന പൂർവികരുടെ സമാധി മണ്ഡപം കൂടിയാണ്. ഗുരുവിന്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിയില്ല, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം. എല്ലാ രീതിയിലുള്ള ചൈതന്യവും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അത് നമുക്ക് ഏതൊരു മുക്കിലും മൂലയിൽ നോക്കിയാലും കാണാൻ കഴിയും. ഇത് അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ കണ്ടതാണ്. വെങ്കലമോ പിച്ചളയോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു മെറ്റൽ വരുന്നത്. ലക്ഷ്മി ദേവിയുടെ രൂപമാണിത്. ഒരുപാട് ഭംഗിയായിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പലം മൊത്തത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് വെങ്കലമോ പിച്ചളയോ അങ്ങനെ ഒരുപാട് മെറ്റലുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. സ്വർണത്തിൽ മൂടി നിൽക്കുന്നത് പോലെയാണ് ഈ ഒരു അമ്പലം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായിട്ട് ഒരുപാട് ഫോട്ടോകൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചത് കാണാം. മോഹൻലാല്, ചിത്ര, ശോഭന അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല അന്യരാജ്യങ്ങളിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഇതെന്ന്. ക്ഷേത്രത്തിന്റെ ഉള്ളോട്ടേക്ക് പോയപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ കണ്ടത്. ഒരു ഭാഗത്തായിട്ട് ഇതിന്റെ ഐതിഹ്യങ്ങൾ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. നാരദൻ ശ്രീകൃഷ്ണന് വിഷ്ണു മായാപുരാണം വിവരിച്ചു കൊടുക്കുന്നു. പള്ളി നായാടിനെത്തിയ ശിവൻ മലയ രാജാവിൻ്റെ മകൾ കൂളിവാകയെ കണ്ട് മോഹിക്കുന്നു. പരമേശ്വരനെ തിരിച്ചറിഞ്ഞ കൂളിവാക ഭഗവാനെ വണങ്ങുന്നു. ഭഗവാന്റെ ഇംഗിതമറിഞ്ഞ് ദുഃഖിതയായ കൂളിവാക ഇഷ്ടദേവതയായ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷപ്പെട്ട
ദേവിയോട് കൂളിവാക സങ്കടമുണർത്തുന്നു. കൂളിവാകാരൂപം പൂണ്ട പാർവതി ദേവി ഭഗവാന്റെ ആഗ്രഹ നിർവൃതിക്കായി ഊഞ്ഞാലിൽ സ്വയം മറന്നിരുന്നാടുന്നു. മായാകൂളിവാകയിൽ പരമശിവനുണ്ടായ പുത്രനാണ് വിഷ്ണുമായ. ശൈശവം, വൈഷ്ണവം, മായ എന്നീ 3 ശക്തികളും ഒന്നിച്ചുള്ള വിഷ്ണുമായ രൂപം കൂളിവാകയ്ക്ക് ദർശനം നൽകുന്നു. മഹിഷാസുരമർദ്ദനത്തിനു ശേഷം അഹങ്കാരശമനം വന്ന മഹിഷി ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമസ്കരിക്കുന്നു. തൻ്റെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനെത്തിയ കാട്ടുമക്കൾ പമ്പാ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടപ്പോൾ വിഷ്ണുമായ സ്വാമി രക്ഷപ്പെടുത്തുന്നു. വിഷ്ണുമായ സ്വാമി തൻ്റെ പിറന്നാൾ ദിനത്തിൽ അമ്മമാരോടും ഋഷിമാരോടും ചേർന്ന് ഭുജിക്കുന്നു. മഹാവിഷ്ണുവിനെ പോലും പരാജിതനാക്കിയ അതിശക്തനായ ജലധരനെന്ന അസുര ശ്രീ വിഷ്ണുമായ ചക്രരൂപത്തിൽ വധിച്ച് പിന്നീട് മോക്ഷം നൽകുന്നു. രാവണാദികളെ നിഗ്രഹിക്കാൻ വിഷ്ണുമായ തേജസ് ഉൾക്കൊണ്ട ദിവ്യായുധം രാമന് അഗസ്ത്യ മഹർഷി നൽകുന്നു. കൂളികുന്ദവനത്തിൽ തപസ്സു ചെയ്യുന്ന വേരുമുത്തപ്പയിൽ സംപ്രീതനായ ശ്രീ വിഷ്ണുമായ ദർശനം നൽകി അനുഗ്രഹിക്കുന്നു. കൈലാസത്തിൽ ശ്രീ പാർവതി പരമേശ്വരനോടൊപ്പം ഇരിക്കുന്ന ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ എന്നിവരെ കാണാൻ ചെന്ന ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് ഭഗവദ്ഗീത ഉപദേശിക്കുന്നു. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഊട്ടുപുരയുള്ളത്. നേരെ സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവനായിട്ട് ഊട്ടുപുരയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫുഡ് ഉണ്ട്. അതൊരു പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പ്രധാന ദേവൻ ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തനാണെങ്കിലും ഗണപതി, ഭുവനേശ്വരി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ബ്രഹ്മരക്ഷസ്, കുക്ഷികൽപ്പകം എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിനുള്ളിലായിട്ട് ഇത്രയും കാഴ്ചകളാണുള്ളത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. ശിവഭഗവാനും കൂളിവാകയ്ക്കും ജനിച്ച ദിവ്യപുത്രനാണ് ശ്രീവിഷ്ണുമായ. പരക്കെ ആരാധിക്കുന്ന ഒരു ദൈവമല്ല ശ്രീവിഷ്ണുമായ സ്വാമി. പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഭക്തരാണ് വിഷ്ണുമായ സ്വാമിയുടേത്. എളുപ്പം പ്രസാദിക്കുന്ന വളരെ സ്നേഹമുള്ള ഒരു ദൈവമായിട്ടാണ് എല്ലാവരും ആരാധിച്ചു വരുന്നത്. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ ഇഷ്ടവാഹനാണ് പോത്ത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ നേരെ മുമ്പിലായിട്ട് വലിയൊരു പോത്തിൻ്റെ പ്രതിമ കൂടെ വെച്ചിട്ടുണ്ട്. ഈ പോത്തിൻ്റെ പ്രതിമയുടെ തൊട്ട ബാക്കിലായിട്ട് ഒരു പൂള് കാണാൻ പറ്റുന്നുണ്ട്. ആ പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വലിയൊരു പ്രതിമ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രതിമ. ശരിക്കും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാഗത്തിൻ്റെ താഴെ ഇങ്ങനെ വിഷ്ണുമായ സ്വാമി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഒരു സ്മൈൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സ്വാമി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് കലാപീഠമാണ്. അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് ബാക്കിലായിട്ടുള്ളത്. ഈ ഒരു പോത്തിൻ്റെ പ്രതിമയ്ക്ക് നല്ല വലുപ്പമുണ്ട്. ശ്രീവിഷ്ണുമായ സ്വാമിയുടെ വാഹനമാണ് പോത്ത് എന്നുള്ളത് കൊണ്ട് വളരെയധികം ഒരു സ്ഥാനം പോത്തിന് ഇവിടെ ഉണ്ട്. ഗൈസ്, ഇതാണ് അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. അതിമനോഹരമാണ് പുറത്തുനിന്ന് നോക്കുമ്പോഴും അമ്പലത്തിനെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സൈനിങ് ഓഫ്.